സീസൺ 6 ഒരു പൊട്ടനും സീസൺ 7 ഒരു പൊട്ടത്തേക്കും, അതിനപ്പുറത്തേക്കില്ല. എന്തുകൊണ്ട് ശരിക്കും അനുമോൾ ഒരു വിന്നർ ആയി കഴിഞ്ഞാൽ അനുമോള് കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്, ക്വാളിറ്റി കണ്ടന്റ് ഒന്നും അല്ല. പിന്നെ അത്യാവശ്യം ഇത്രയും PR-ഉം പരിപാടികളൊക്കെ ആയി എല്ലാം ആയിട്ട് കണ്ടന്റ് നിറഞ്ഞു നിന്നിട്ടുണ്ട്. ഇപ്പൊ സീക്രട്ട് ഏജന്റ് പേജിലാണെങ്കിൽ നോക്കിയാലും ഒക്കെ അനുമോളാണ് ടൈറ്റിൽ മൊത്തം. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പണിയെടുത്തിട്ടുണ്ട്, പക്ഷെ ക്വാളിറ്റി ഉള്ള പണിയല്ല. അവര് പുറത്തിറങ്ങിയാലും അതൊരു അയ്യേ ഈ ഫീലായിരിക്കും. പക്ഷെ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ജീവിച്ചു പോവാം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ 6 മാസത്തേക്ക് എനിക്ക് പക്കയായിട്ട് ഓടിക്കാനുള്ള കോണ്ടന്റ് ആവുമെന്ന് പറയുമ്പോഴും അത് മാറ്റി നിർത്തിയിട്ടാണെന്നുണ്ടെങ്കിൽ പക്ക ഗെയിമർ ആസ്പെക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നെവിന് ഭയങ്കര എന്താ പറയാ, അവൻ കളിച്ച കളിക്ക് അവന് കൊടുക്കണം എന്നുള്ളൊരു ഇത് എന്റെ മൈൻഡിലുണ്ട്. അക്ബറിനൊക്കെയാണ് നെവിൻ, അക്ബർ, ആര്യൻ, എന്റെ മനസ്സ് അങ്ങനെയാ പോയിരുന്നത്. ആ ലൂപ്പിലൂടെ നൂറ, ഈ ലൂപ്പായിരുന്നു ഇന്റത്. പറഞ്ഞ പോലെ അപ്പൊ എന്തായാലും നമുക്ക് അല്ലെ നാളെ കാണാറുള്ളത് 6 മാസം കഞ്ഞൂടി പൊട്ടിക്കരുതേ. വീണ്ടും പരിപ്രശ്നം അല്ലെ. അതുകൊണ്ട് കഴിഞ്ഞിറങ്ങിയിട്ട് അനുമോളും വിനുമോളുള്ള ഒരു ഫൈറ്റ് അത് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു 6 മാസം കൂടി അവിടെ ഓടിക്കാന്നുള്ളത്. 1 ലക്ഷം വിനുവിന് കൊടുക്കുന്ന അനുമോള് പറഞ്ഞത്. കണക്ക് കേൾക്കുന്നത് 13, 14, 15, 16ഒക്കെയാണ്. പൈസ കിട്ടിയില്ലെങ്കിൽ കുത്തിന് പിടിച്ച് വാങ്ങും. ശരിക്കുള്ള ബിഗ് ബോസ് പുറത്ത് നടക്കും. കടാപ്പുറം കുത്തിന് പിടിച്ച് വാങ്ങും. ഒന്ന് ആലോചിച്ച് നോക്കുക, അനുമോളെ വീടിന്റെ മുന്നിൽ വിനുവും ബാക്കിൽ ഫുള്ള് എഡിറ്റേഴ്സ് ചെക്കന്മാര് പൈസ അങ്ങനെ വന്ന അനുമോളോട് ആദ്യം ചോദിക്കുന്ന കാര്യം എന്തായിരിക്കും? നേരിട്ട് കണ്ട അത് ഞാൻ ആ വഴിക്ക് പോവില്ല, എന്റെ മോളെ ഞാൻ പോയി. ഞാൻ 2 ആൾക്കാര്, ഒന്ന് അനുമോള്, ഒന്ന് മറ്റേ അതിന്റെ പേര് മറന്നല്ലോ, ഇല്ല ലക്ഷ്മി. ഈ 2 എണ്ണത്തിന് പൊന്നളിയാ സൈക്കിള വായന്നുണ്ടാ വരികയെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ ഞാൻ ഓടും പേടിച്ചിട്ട്, അല്ലെങ്കിൽ വായനല്ലോ വന്നു പോകും. എനിക്ക് അത്രയും ഈ 2 പേരുടെ ഒരു നേച്ചറുള്ള ആൾക്കാർ എനിക്ക് എന്റെ പേഴ്സണൽ ലൈഫിൽ വന്നാൽ പോലും, എനിക്ക് ഇത്ര അകലത്ത് കണ്ടാൽ പോലും എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് പറ്റില്ല, അവസാനം പറ്റില്ല. നമ്മൾ ഏത് രീതിയിൽ ബിഹേവ് ചെയ്യുന്നു പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ഐഡിയോളജി, നമ്മുടെ പേഴ്സണാലിറ്റി ആയിട്ട് വേറെ ഏതോ ഗാലക്സി കിടക്കുന്ന ആൾക്കാർ ഒരു രക്ഷയില്ല. അതൊക്കെ കണക്ട് ആണെങ്കിൽ ഭയങ്കര പാടായിരിക്കും. ഇപ്പൊ ഇതിലാണെന്നുണ്ട്, ഇപ്പൊ 7ാമത്തെ സീസണാണ്. 6 സീസണിൽ നമ്മൾ 5 വിന്നേഴ്സേ ഉള്ളൂ. ഒരു സീസണിൽ നമുക്ക് വിന്നറെ കിട്ടാൻ പറ്റിയില്ല, കോവിഡ് ഇത്. അപ്പൊ ഈ 5 വിന്നേഴ്സിൽ വെച്ചാൽ ആകെ ഒരു ഫീമെയിൽ ഇത് മാത്രമുള്ളൂ, ദിൽഷ ഉണ്ടായിരുന്നു സീസൺ 4. അപ്പൊ ഒരിക്കൽ പലപ്പോഴും വിചാരിക്കുന്നത് കോണ്ടന്റ് അതുവരെ കൊടുത്തു. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ജാസ്മിൻ, അതുവരെ കോണ്ടന്റ് വിന്നർ ആക്കാൻ ഉണ്ടായിരുന്നില്ല. മുമ്പ് ഉണ്ടായിരുന്നു, പേളിമാണി കാര്യത്തിൽ സംസാരിച്ചിട്ടുണ്ട്. ശരിക്കും ഇപ്രാവശ്യം ശരിക്കും ഒരു ഫീമെയിൽ വിന്നർ വരേണ്ടിയിരുന്നു. തുടക്കത്തിൽ സംസാരങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനകത്ത് എന്താ പറയുക, നമ്മൾ ഈ ഫീമെയിൽ വിന്നർ സാധനങ്ങൾ പറയുമ്പോ ഞാൻ ദിൽഷാന്റെ സീസണിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫീമെയിൽ വിന്നർ ലേഡി ബിഗ് ബോസ്. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞ് ഷോ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തന്നെ പറയും ചില സമയത്ത് വുമൺ കാർഡ് ഇറക്കരുത്, മറ്റത് ചെയ്യരുത്, ഇവിടെ എല്ലാ ജെൻഡർ ഈക്വൽ ആണ്. പിന്നെ എന്തിനാ ടൈറ്റിലിന്റെ മുകളിൽ ഒരു പെണ്ണ് ആണെന്നുള്ള കടുംപിടുത്തം പിടിക്കണം? ആരും ആയിട്ട് വോട്ട്, അത്ര പറഞ്ഞാൽ മതി. കളിച്ചത് ആരാണോ, പ്രേക്ഷകർ ആരെയാണോ കണ്ടേ, കാശ് മുടക്കി PR ചെയ്ത ആരാണോ അത് ജയിച്ചിട്ട് പോട്ട്. ഈ PR സംസാരിച്ചോണ്ട് PR ആക്ച്വലി പ്രശ്നമാണ്. ഒരു PR കൊടുക്കുന്നോണ്ട് ഞാൻ പറയട്ടെ, PR കൊടുക്കുന്നോണ്ട് ഒരു വിഷയം ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. പൈസ ഉള്ളവന് PR കൊടുക്കാം, പൈസ ഇല്ലാത്തവനും കൊടുക്കാം. PR കൊടുക്കുന്നതുകൊണ്ട് ഒരു ഹാംഫുൾ സാധനമല്ല. അൺടിൽ അൺലെസ് ബിഗ് ബോസിന്റെ നിയമാവലിയിൽ PR കൊടുത്ത കണ്ടസ്റ്റന്റിനെ ഇവിടെ നിർത്തില്ല എന്നുള്ളൊരു നിയമം വരുന്നത് വരെ ഇതൊരു വിഷയമല്ല. അങ്ങനെ നിയമം വരാനും പോകുന്നില്ല. കാരണം ഒരു കണ്ടസ്റ്റന്റ് ലെറ്റ്സ് ഒരു 10 ലക്ഷത്തിന് PR കൊടുത്തു വന്നാൽ അത് ആ കണ്ടസ്റ്റന്റിന് മാത്രമല്ല ബൂസ്റ്റ് ആവുന്നത്, ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഷോന്റെ ആൾക്കാർക്ക് പകുതി പണി എടുത്താൽ മതി, ബാക്കി കണ്ടസ്റ്റന്റിന്റെ PR ചെയ്തോളൂ. സോ അങ്ങനത്തെ ഒരു നിയമമൊന്നും വരാൻ പോകുന്നില്ല. പിന്നെ PR എന്ന് പറഞ്ഞൊരു തെറ്റുമല്ല. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയന് PR ഉണ്ട്, നരേന്ദ്രമോദിക്ക് PR ഉണ്ട്. സോ വേൾഡ് തന്നെ ഒരു PR ഗ്യാങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പലപ്പോഴും മറ്റുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പൊളിറ്റീഷ്യൻസ് ആയിക്കോട്ടെ, മൂവി ട്രാക്കിലായിക്കോട്ടെ, പലപ്പോഴും PR കൊടുക്കുന്നതിനേക്കാൾ മറിച്ച് ഇതൊരു കോമ്പറ്റീഷൻ അല്ലേ, ഇത് ഭയങ്കരമായിട്ട് അതിന് ഉപകാരപ്പെടുന്നുണ്ട്, നെഗറ്റീവ് രീതിയിൽ എടുക്കുന്നത്. അതായത് ഒരു PR ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് PR കൊണ്ട് വിൻ അല്ല അവര് എന്നുള്ള രീതിയിലേക്ക്. അതെങ്ങനെ മാറുന്ന വെച്ചെങ്കിൽ ഒരു PR ഏറ്റെടുത്ത ആള് ലെറ്റ്സ് ഇപ്പോ അടുത്ത സീസണിൽ പോകുന്ന ഒരാളുടെ PR ഒരാളെ ഏറ്റെടുത്തു. ആ കണ്ടസ്റ്റന്റിന്റെ പോസിറ്റീവ്, ആ കണ്ടസ്റ്റന്റിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പുറത്തു വിട്ടാൽ ഇറ്റ്സ് ഫൈൻ. പിന്നെ അതിലുപരി വേറൊരു കണ്ടസ്റ്റന്റിനെ ഡിഫെയിം ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ സാധനങ്ങൾ അടിച്ച് ആ രീതിയിൽ മാറുമ്പോഴാണ് ഈ PR സാധനം എന്ത് ചെയ്യുന്നത് ഒരു വേസ്റ്റ് പാക്കേജ് ആയിട്ട് തോന്നുന്നത്. ഈ സീസണിൽ നോക്കിയാൽ മതി, കഴിഞ്ഞ സീസണിൽ നോക്കിയാൽ മതി. കഴിഞ്ഞ സീസൺ കഴിഞ്ഞിറങ്ങിയിട്ട് PR കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിച്ച ഞാൻ. കാരണം PR നമ്മളെ കമന്റ് ബോക്സിൽ ഒന്ന് അറ്റാക്ക് ചെയ്യുന്നു, തുരുതുര കമന്റ് ചെയ്യുന്നു, ബോട്ട് കമന്റ്സ് വരുന്നു,
ഭയങ്കര നമ്മൾ ഡിഫമേറ്ററി ആയിട്ടുള്ള പോസ്റ്റുകൾ പലയിടത്തും പോസ്റ്റ് ചെയ്യുന്നത്. ഈ സീസണിൽ അതിന്റെ ഭയങ്കര ഭീകരമായ വേർഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ആവരുത്. PR കൊടുത്താൽ PR അല്ലെങ്കിൽ ORM ആ കണ്ടസ്റ്റന്റിന് വേണ്ടിയുള്ള പണിയെടുക്കുക. അല്ലാതെ ആ കണ്ടസ്റ്റന്റിന് വേണ്ടി ബാക്കിയുള്ള കണ്ടസ്റ്റന്റിനെ അവരുടെ വീട്ടുകാരെ അടിച്ചമർത്തിയിട്ടുള്ള പരിപാടി. ഇത് പ്രത്യേകിച്ച് ഒരാളെ പ്രൊമോട്ട് ചെയ്യുക, അവരുടെ വിസിബിലിറ്റി കുറച്ചുകൂടി കൂട്ടുക, അപ്പുറത്തേക്ക് ബാക്കിയുള്ളവരെ തകർക്കുക മാനസികമായിട്ട്. അത് ഒരു വീട്ടുകാരെ വരെ വലിച്ചഴിക്കുന്ന സംഭവങ്ങൾ കാണുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഒരു ക്യാരക്ടർ. അവിടെയാണ് ഒരാൾക്ക് PR ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ അനുമോൾക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റണം, എന്ത് ഞാൻ PR കൊടുത്തിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം. പക്ഷെ അനുമോൾ ഓൾറെഡി പറഞ്ഞു, PR-ന്റെ കാര്യം അവിടെ സംസാരിച്ചു. എന്തുകൊണ്ട് ബാക്കിയുള്ളവർക്കും PR കൊടുത്തിട്ടുണ്ട് അല്ലെ കണ്ടസ്റ്റൻസ്? എന്തുകൊണ്ടായിരിക്കും ഈ അനുമോളുടെ ഭയങ്കരമായിട്ട് ഫോക്കസ് വരും? അനുമോളുടെ PR മുഖ്യധാരയിലോട്ട് വരുന്നത്. അതിന്റെ കോമഡി എന്ന് പറയും, അനുമോളുടെ PR എടുത്താണ് ബാക്കി എല്ലാവരും PR-നെ അപ്രോച്ച് ചെയ്തത്. ഓക്കെ, അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഈ വിനു ആണെന്നുണ്ടെങ്കിൽ അനുമോളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളവരൊക്കെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ സീസണിൽ ഞാൻ നോക്കുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചിരിക്കുന്നു, ഇത് എപ്പ പൊട്ടിക്കണം PR. ഞാനിതൊരു ടൈം കിട്ടാൻ വേണ്ടി നോക്കുക. പിന്നെ ഞാൻ അങ്ങനെ ആലോചിച്ചു, ഇത് കറക്റ്റ് ടൈമാണ്. ബിഗ് ബോസിൽ PR ഉണ്ട് പറഞ്ഞാൽ പോരല്ലോ, ഇത് കാണണല്ലോ ആരാ എന്താന്നൊക്കെ. ആര് വിളിച്ച് പറഞ്ഞു PR-ന് അഗെയിൻസ്റ്റ് സംസാരിക്കുകയും ചെയ്യും. പക്ഷെ പിന്നീട് അത് അതിൽ നിന്ന് എവിക്റ്റ് ആയിട്ടുള്ള ശൈത്യർ തന്നെ ഓൾറെഡി ഇതേ PR-നെ സമീപിച്ചു. ഇതിനൊരു ഐറണി മനസ്സിലാക്കണം. ശൈത്യ PR കൊടുത്തു എന്നുള്ളത് ശൈത്യ പറഞ്ഞു. അതെ, ആര്യൻ എനിക്ക് കോള് കണക്ട് ചെയ്തിരുന്നത് വിനു ആണ്. അപ്പൊ ആര്യനും വിനു എന്താണ് ഓൾറെഡി അറിയാം. അനുമോൾ എനിക്ക് കോള് വിളിച്ചു തരുന്നത് വിനു ആണ്. മനസ്സിലായ? FC ബോയ് എന്നുള്ള പേര് ആദ്യം ഞാൻ കേൾക്കുന്നത് വിനുവിന്റെ കയ്യിൽ നിന്നാണ്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഒരു PR, ഒരു വിനുവിന് ചുറ്റും കുറെ കണ്ടസ്റ്റൻസ് കയറാൻ പോണതിന്റെ മുന്നേ ചുറ്റിക്കാർ. ഈവൻ മസ്താനി വിനുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആലോചിക്കുന്നത് ഷാടാ ഇതൊക്കെ ഇവർക്ക് പരസ്പരം അറിയുമോ? ഇപ്പോ എന്തായാലും ഓബിയസ്ലി അറിയൂലോ, അറിയാതിരിക്കാൻ പോകുന്നില്ല. അപ്പൊ ഞാൻ നോക്കുന്ന ഇത് എല്ലാം ഒരു ഒറ്റ PR-നെ ചുറ്റിപ്പറ്റി കുറെ ഉണ്ട്. ഈ PR അല്ലാതെ വേറെ കുറച്ച് സീസൺ 1 മുതലുള്ള PR-കൾ വേറെ ഉണ്ട്, അവരെ ചുറ്റിപ്പറ്റിയിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ PR-ന് ഒരു സീൻ എന്താ വെച്ചെങ്കിൽ, ഈ PR കഴിഞ്ഞാലും ജിൻഡോന്റെ PR ആയിരുന്നു. അതിന്റെ മുമ്പത്തെ കൊല്ലം അഖിൽമാരുടെ PR ആണെന്ന് ഞാൻ പറയില്ല, പല സ്ഥലങ്ങളിൽ ഇത് അഖിൽമാരുടെ PR ആണെന്നൊക്കെ പറഞ്ഞു. ഞാൻ ബിനുവിനോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ഹാട്രിക് അടിക്കും. അഖിൽമാരുടെ PR കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല. അഖിൽമാരാർ ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് മിസ്അണ്ടർസ്റ്റുഡ് ചെയ്തിട്ടുണ്ട് പലരും. ഗ്രൂപ്പിൽ വിനു വാസ് ദേർ, പക്ഷെ അത് ഒറ്റയ്ക്ക് ക്ലെയിം എടുക്കാൻ വിനുവിന് പറ്റില്ല. ജിൻഡോനെ ഞാൻ സമ്മതിച്ചു കൊടുത്തു, ഫൈൻ. അനുമോളതും കൂടി ആയാ ഓക്കെ. അപ്പൊ ഈ PR-ന്റെ ക്രെഡിബിലിറ്റി അല്ലേ കൂടുതൽ. PR എന്ത് ചെയ്തു എങ്ങനെ ചെയ്തു പലപ്പോഴും. പക്ഷെ ഈ PR ചെയ്യുന്നവര് കുറച്ചൊന്ന് ഒരു മാസ്കിലാണ് നിൽക്കാറുണ്ടാവുക. ചിലപ്പോ ആര് ചെയ്യണു അത് മുഖ്യധാരയിലോട്ട് വരാറുണ്ട്. അതെ, പക്ഷെ അതിന് പിന്നിലുള്ള അത് ഞാൻ അതൊന്ന് മെറ്റാ ക്ലാസ്സിൽ റെക്കോർഡ് ചെയ്ത് ഇട്ടില്ലായിരുന്നെങ്കിൽ വിനുവിനാരും അറിയില്ല. ചുമ്മാ ഗ്രൂപ്പിലൊക്കെ വിനു വിജയ് എന്നുള്ള പേര് മാത്രമായി പോയിരുന്നു. ഞാൻ തോന്നി എനിക്ക് എന്തൊക്കെ പുറത്തു പറയാൻ പാടില്ലാത്ത കാര്യമൊന്നുമില്ലല്ലോ, ഞാനോട് പറഞ്ഞു, ആളെയും കാണിച്ചു കൊടുത്തു. ഇതിൽ അടുത്ത സീസൺ വരുമ്പോ ഇതിൽ എന്തായിരിക്കും ഇതിന്റെ ഒരു ഫ്യൂച്ചർ പരിപാടി? വിനുവിന് 60 ലക്ഷം 1 കോടിക്ക് കിട്ടും ചിലപ്പോ. ഷോന് വിന്നിംഗ് പ്രൈസിനേക്കാൾ കൂടുതൽ പൈസ കൊടുക്കാൻ ആൾക്കാരുണ്ടാവും. ഇതൊരു കണ്ടസ്റ്റൻസ് അവിടെ സംസാരിക്കുന്നതിനേക്കാൾ ഒരു പക്ഷേ അതിനേക്കാൾ മേലെ PR-നെ കുറിച്ച് ഓർത്ത് ചർച്ച ചെയ്യുന്നത്. ഞാൻ പറയാം, അടുത്ത കൊല്ലം വിനു വെറുതെ ഇരുന്നാൽ മതി. അടുത്ത സീസൺ ആകുമ്പോഴത്തേക്ക് ആൾക്കാർ പൈസയും കൊടുത്ത് പോയിക്കോളും.